ഈസിയായി പ്രഷർ കുക്കർ എങ്ങനെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയെടുക്കാന്നുള്ള റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടൊരു കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, 2 പച്ചമുളക് കീറിയതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ച ഗ്രീൻ പീസ്, 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും ഒരു തക്കാളി കട്ട് ചെയ്തതും ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിലടിയുന്നത് വരെ വേവിച്ചെടുക്കാം. അധികം ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുത്താൽ മതി. ഇത് ഇവിടെ വെന്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കടുക്, ഉണക്കമുളക്, കറിവേപ്പിലയുടെ താളിപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈസി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി റെഡിയായി. ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെ ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.